പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഏറ്റുപറയുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിലെയും നാഥായി നീക്കും. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയ
എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിനെയും നാഥായി നീക്കും. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിന്റെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായി നീക്കും. ജീവദായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിനെയും നാഥായി നീക്കും. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ സമൂഹത്തോട് പറയുക, നിങ്ങൾ പരിശുദ്ധരായിരിക്കും, എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ്. മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുകയും എൻ്റെ സാബത്ത് ആചരിക്കുകയും വേണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. വിഗ്രഹങ്ങളെ ആരാധിക്കുകയോ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ വാർത്തെടുക്കുകയോ ചെയ്യരുത്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മല
ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിലെയും നാഥാനേയും സഹോദരനെ, നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ വന്നത് വ്യക്തമായിരുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങൾ വളരെ പീഡന സഹിക്കുകയും വിരുദ്ധയെക്കുറിച്ച് അവമാനിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും കഠോരമായ ക്ലേശങ്ങളുടെ മധ്യേ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രഘോഷിക്കാനുള്ള ധൈര്യം ദൈവം ഞങ്ങൾക്ക് പ്രദാനം ചെയ്തു. ഞങ്ങളുടെ ഉപദേശം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വഞ്ചനയിൽ നിന്നോ ഉത്ഭവിച്ചതല്ല. സുവിശേഷം ഫലമേൽക്കാൻ യോഗ്യത ദൈവം അംഗീകരിച്ചനുസരിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇത് മനുഷ്യനെ പ്രീതിപ്പെടുത്താനല്ല, ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങളുടെ പ്രസംഗങ്ങളിൽ ഒരിക്കലും മുഖസ്തുതിയുടെ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല, അത്യാഗ്രഹത്തിന്റെ ഉറപ്പുമായി ധരിച്ചിട്ടുമില്ല. അതിന് ദൈവം തന്നെ സാക്ഷി. ക്രിസ്തുവിന്റെ അപ്പസ്തലന്മാരെന്ന നിലയിൽ പ്രേമ ഭാവികമായിരുന്നല്ലോ ഞങ്ങൾ നിങ്ങളിൽ നിന്നോ മറ്റു മനുഷ്യരിൽ നിന്നോ മഹത്വം അന്വേഷിച്ചില്ല. രാത്രി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ സൗമ്യമായി പെരുമാറി. നിങ്ങളോടുള്ള അതീവ താല്പര്യ നിമിത്തം ദൈവത്തിന്റെ സുവിശേഷം മാത്രമല്ല, ഞങ്ങളുടെ ജീവൻ തന്നെ നിങ്ങൾക്കായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ സന്നദ്ധരായി. കാരണം നിങ്ങൾ അത്രമാത്രം ഞങ്ങളുടെ വാത്സല്യകാരികളായിരുന്നു. സഹോദരരെ, ഞങ്ങളുടെ കഠിനാധ്വാനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുതെന്ന് കരുതി രാപ്പകൽ അധ്വാനിച്ചു. വിശ്വാസികളായ നിങ്ങളോടുള്ള ഞങ്ങളുടെ തീരുമാനം എത്ര പവിത്രവും നീതിപൂർവവും നിഷ്കളങ്കവുമായിരുന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷികളാണ്. പിതാവ് മക്കളെ എന്ന പോലെ ഞങ്ങൾ നിങ്ങളെ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുശാസിക്കുകയും ചെയ്തു എന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അത് തന്നെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായ വിധം നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. Hallelujah.
പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 17-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങൾ. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയായ്ക്കും ഗലീലയ്ക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി, യേശുവേ, ഗുരു, ഞങ്ങൾ കനിയണമേ എന്നപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അവർ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിന്റെ കാൽക്കൽ സാക്ഷാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവനൊരു സമരിയാക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതി. യേശു ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ്. ജെറുസലേമിലേക്കുള്ള യാത്ര തന്നെ തന്റെ രക്ഷാകര ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് അവൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ഈ മുന്നേറ്റത്തിൽ അകലെ നിന്നുകൊണ്ട് 10 കുഷ്ഠരോഗികൾ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, യേശുവേ, ഗുരു, ഞങ്ങളിൽ കനിയണമേ. കുഷ്ഠരോഗികളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. പൊതുജനം കൂടിയിരിക്കുന്നിടത്ത് അവർക്ക് ഒത്തുകൂടുവാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ലേഖ്യരുടെ പുസ്തകത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. മേൽചുണ്ട് മൂടണം, മണികളിലേക്ക് പോകണം, അകലങ്ങളിൽ നിൽക്കണം എന്നെല്ലാം. ഇവിടെ അതുകൊണ്ട് തന്നെ ഇവർ ഭ്രഷ്ട് കൽപ്പിച്ചവരാണ് എന്ന ബോധ്യത്തോടുകൂടി അകലെ നിന്നുകൊണ്ട് യേശുവിനോട് അപേക്ഷിക്കുകയാണ്, യേശുവേ, ഗുരു, ഞങ്ങൾ കനിയണമേ എന്ന്. ഈശ്വരൻ ഓർമ്മപ്പെടുത്തുകയാണ്, വിശ്വാസത്തിൽ തമ്പുരാനെ കളിക്കുമ്പോൾ ബോധ്യങ്ങൾ ഉണ്ടാകണമെന്ന്. ഇവർ ഗുരുവാണ് എന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു. ഞങ്ങൾ സമൂഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട്, സമൂഹത്തിന്റെ ഭാഗമാക്കുവാനായിട്ട്, രോഗവിമുക്തി നൽകുവാനായിട്ട് ഇവന് സാധിക്കും എന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു. ആ ബോധ്യത്തിന്റെ നിറവിൽ നിന്നാണ് അകലെ നിന്നുകൊണ്ട് ഉച്ചത്തിൽ അവനെ വിളിക്കുവാനായിട്ട്, അവർ കേൾക്കുന്ന രീതിയിൽ അവനെ വിളിക്കുവാനായിട്ട് അവർക്ക് സാധ്യതമായത്. മറ്റൊരു വാക്കിൽ പറഞ്ഞ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ വിശ്വാസം ആവശ്യങ്ങളിൽ മാത്രമല്ല, മറിച്ച് അത് വിശ്വാസത്തിലേക്ക് വളരുന്നതും ആയിരിക്കണം. 10 കുഷ്ഠരോഗികൾ യേശുവിനെ വിളിച്ചു. അവരിൽ 9 പേർ ആവശ്യങ്ങളിൽ വിളിച്ചവരാണ്. ഒരുവൻ മാത്രം ബോധ്യങ്ങളിൽ വിശ്വാസത്തിന്റെ നിറവിൽ വിളിക്കുകയാണ്. 10 പേർക്കും സൗഖ്യം ലഭിച്ചു. അതിൽ 9 പേർക്ക് സൗഖ്യം മാത്രമാണ് ലഭിച്ചത്. എന്നാൽ ആ സമരിയക്കാരൻ തിരിച്ചു വന്നവന് സൗഖ്യം മാത്രമല്ല ലഭിച്ചത്, മറിച്ച് അവന് രക്ഷയും ലഭിക്കുകയാണ്. ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, വിശ്വാസത്തിൽ തമ്പുരാനെ വിളിക്കുമ്പോൾ അത് രക്ഷയിലേക്ക് നയിക്കുന്നതായിരിക്കണം. രണ്ടാമതായിട്ട് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവിക ഇടപെടൽ, കൂട്ടായ്മയിൽ ജീവിക്കുവാനുള്ള ഇടപെടലുകളാണ്. കുഷ്ഠരോഗികൾ യേശുവിനെ വിളിക്കുന്നു, യേശുവേ, ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിക്കുന്നു. അവനവർക്ക് കൊടുക്കുന്ന മറുപടി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക എന്നതായിരുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞ് പുരോഹിതന്മാരാണ് പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയുടെ രോഗങ്ങളെ കുറിച്ചുള്ള തീരുമാനമെടുക്കുന്നത്. കുഷ്ഠരോഗമാണ് എങ്കിൽ അത് പാപനിമിത്തമാണ് എന്ന ചിന്തയിൽ സമൂഹത്തിൽ നിന്ന്, കൂട്ടായ്മയിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കും, പുറത്താക്കും. അതുപോലെ തന്നെ രോഗവിമുക്തി ലഭിച്ചാൽ
അവരെ കൂട്ടായ്മയിലേക്ക് തിരിച്ചെടുക്കുന്നതും പുരോഹിതന്മാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഈശോ പറയുക, നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക എന്ന്. മറ്റൊരു വാക്കിൽ പറഞ്ഞ് കൂട്ടായ്മയിലേക്ക്, ബന്ധത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് അവരോട് ആവശ്യപ്പെടുകയാണ്. ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവം ആഗ്രഹിക്കുന്നത് കൂട്ടായ്മയിൽ ജീവിക്കുവാൻ വേണ്ടിയാണ്, കൂട്ടായ്മയിലായിരിക്കുവാൻ വേണ്ടിയാണ്. പുറത്താക്കപ്പെടുന്നതിനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, മറിച്ച് ഒന്നിച്ചു ജീവിക്കുവാൻ വേണ്ടിയാണ്. ആ ദൈവത്തിന്റെ മനസ്സ് തിരിച്ചറിഞ്ഞ് കുറവുകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടായാലും തമ്പുരാന്റെ കൂട്ടായ്മയിലേക്ക് തിരിച്ചു വരുവാനായിട്ട് നമുക്ക് ഓരോരുത്തരും സാധിക്കണമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മാറി നിൽക്കുന്നതോ വേറിട്ട് നിൽക്കുന്നതോ വഴിതെറ്റി പോകുന്നതോ അല്ല ദൈവം ആഗ്രഹിക്കുക. സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത് വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കും. ബന്ധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന യേശുവിനെ മൂന്നാമതായി നമുക്ക് കാണുവാനായി സാധിക്കും. ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നന്ദിയുള്ളവരായി തീരുക എന്ന്. ദൈവത്തോടും കൂടെയുള്ളവരോടും നന്ദിയുള്ളവരായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, പാലം മറിച്ച് ദൈവത്തോടും ആ ദൈവത്തോട് കൃതജ്ഞതയുള്ളവരായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം. ജീവിതം തീർച്ചയായും ജീവിത രീതികൾ മാറി പറയും. ദൈവത്തിന്റെ ഇടപെടൽ ഈ 10 പുരുഷരോഗിനെ സംബന്ധിച്ചിടത്തോളം അവരിൽ ജീവിതത്തെ അമ്പയമാക്കുകയാണ്. 9 പേരും തങ്ങൾ രോഗവിമുക്തി നേടിയതിന്റെ സർട്ടിഫിക്കറ്റിനായി മുന്നേറുമ്പോൾ ആ സമരിയക്കാരൻ മാത്രം, മറ്റൊരു വാക്കിൽ പറഞ്ഞ് അന്യജാതിക്കാരനായ സമരിയക്കാരൻ, യഹൂദരും സമരിയക്കാരൻ ശത്രുപക്ഷങ്ങളായിരുന്നു. ശത്രുപക്ഷത്ത് ജീവിച്ചിരുന്ന സമരിയക്കാരൻ തിരിച്ചു വരികയാണ് ബോധ്യത്തോടു കൂടി നന്ദി പറയുവാനായിട്ട്. ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, മറ്റുള്ളവരെ അനുഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ, മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ട് എങ്കിൽ എന്റെ ആവശ്യങ്ങളിൽ മാത്രമല്ല, മറിച്ച് ജീവിതത്തിലുടനീളം അവരോട് നന്ദിയുള്ളവരായിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആ നന്ദി ആഗ്രഹിക്കുന്നവനാണ് ദൈവം. എന്റെ ആവശ്യങ്ങളിലും എന്റെ പ്രശ്നങ്ങളിലും എന്റെ പ്രതിസന്ധികളിലും അവരൻ ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ, ദൈവിക ഇടപെടലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവരോട് നന്ദിയുള്ളവരായിരിക്കണമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ നന്ദിയാണ് എന്നേക്കുമുള്ള സ്നേഹത്തിലേക്കും ബന്ധത്തിലേക്കും ഊഷ്മളതയിലേക്കും ദൈവം നമ്മെ നയിക്കുകയാണ്. സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, വിശ്വാസം എന്നത് ബന്ധത്തിലേക്കുള്ള വിളിയാണ്. ദൈവിക ഇടപെടൽ ബന്ധത്തിലേക്കുള്ള വിളിയാണ്. ദൈവിക ബന്ധത്തിലേക്ക്, രക്ഷയിലേക്ക്, ആവശ്യങ്ങൾ മാത്രമല്ല, മറിച്ച് എപ്പോഴും തമ്പുരാനോട് നന്ദിയുള്ളവരായിരിക്കുവാനായിട്ട്, അതിനനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സഭയോട് ചിരിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളിൽ കഴിവതും പങ്കാളികളാവാനുള്ള സന്മനസ് ദൈവജനത്തിന് നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യവിശ്വാസികളെ പരിരക്ഷിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്ത്രീകന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിത
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ബലവാനായ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. ആമേൻ. സകലത്തിന്റെയും നാഥനായ തനിക്ക് വാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴിയുകളെ കർത്താവ് തന്റെ കൃപയാൽ കർത്താവ് നമ്മുടെ പാപങ്ങളെ മാറ്റി തുടച്ചുനീക്കുകയും ചെയ്യട്ടെ. തമ്പുരാന്റെ കാര്യങ്ങളിലേക്ക് നമ്മുടെ യോഗങ്ങളും ആവശ്യങ്ങളും നമുക്ക് സമർപ്പിക്കാം. നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തോടും മറ്റുള്ളവരോടും നന്ദിയുള്ളവരായി തീരുവാൻ ആവശ്യമായ കൃപ ചെയ്യാം. അങ്ങയുടെ ആദ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി
അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദൃഢവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവശക്തനാഥനാ ഏകദൈവമേ, വിശ്വസിപ്പുമർത്യനാ ഞങ്ങൾ അങ്ങയിൽ എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനായ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും
ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തെ സ്വർഗവാസികളുടെ ആയിരങ്ങളും പതിനായിരങ്ങളും കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വകീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളും ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ യേശു നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക.
ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങനെ നാമത്തിൽ പേർ പിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങനെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധയ്ക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഉപദേശം സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ശിവദായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ശിവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ,
അറിയിപ്പുകൾ. കഴിഞ്ഞ സ്വർണ്ണരാശി 12,910 രൂപ, ഹിന്ദി കുർബാന 5,289 രൂപ, സെന്റ് തോമസ് കുടുംബത്തിലെ മാസവരി 2,650 രൂപ, സെന്റ് അൽഫോൺസസ് സെന്റ് സെബാസ്റ്റ്യൻ കുടുംബത്തിലെ കാഴ്ചമർപ്പണം 1,400 രൂപ, 12ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളുടെ അധ്യാപകരുടെ കാഴ്ചമർപ്പണം 390 രൂപ, സെന്റ് സെബാസ്റ്റ്യൻ കുടുംബത്തിലെ മാസവരി 3,750 രൂപ. കുടുംബങ്ങളുടെ നേതൃത്വത്തിൽ അടുത്ത ഞായറാഴ്ച 3 മണി മുതൽ ഓണാഘോഷം നടക്കുകയാണ്. എല്ലാവരെയും ഹൃദയവും ക്ഷണിക്കുന്നു. ഇന്ന് ഉച്ചവരെ 3 മണിക്ക് 3 മണി മുതൽ 5 മണി വരെ മാതാപിതാക്കളുടെയും യുവജനങ്ങളുടെയും സെമിനാർ പള്ളിയിൽ നടക്കുന്നു. കാറ്റഗിസം പഠിക്കുന്ന കുട്ടികളുടെയും മാതാപിതാക്കൾ പ്രകൃതമായി പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റുള്ളവരെയും സ്നേഹവും ക്ഷണിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും തന്നെ പങ്കെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. മരണ സഹായ സംഘത്തിൻ്റെ കുടിശ്ശികത്തിരിക്കുന്നവർ ദയവായിട്ട് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കുടുംബങ്ങളുടെ നേതൃത്വം നൽകുന്നവർ വഴി അതിൻ്റെ പ്രസിഡന്റിൻ്റെ പക്കലേക്ക് പൈസ അയക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മരണ സഹായ സംഘത്തിൻ്റെ നിയമപ്രകാരം 3 പ്രാവശ്യം മുടക്കിയാൽ നൽകപ്പെടുന്ന തുകയുടെ പകുതി, 5 പ്രാവശ്യം മുടക്കിയാൽ അംഗത്വത്തിൽ തന്നെ പുറത്താക്കുന്നതുമായാണ്. അതുകൊണ്ട് തന്നെ ഒരു മരണം സംഭവിച്ചാൽ അത് മരണ സഹായ സംഘത്തിലെ അംഗമാണെങ്കിൽ 100 രൂപ നൽകുന്നതിന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യരുടെ ഒരു പുണ്യകർമ്മം കൂടിയാണ്. ആ പുണ്യകർമ്മത്തിൽ നമ്മൾ പങ്കുകാരാകുക എന്ന ഒരു ദൗത്യം അതിലുണ്ട്. അതോടൊപ്പം തന്നെ മരണ സഹായ സംഘത്തിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ചേരാവുന്നതാണ്. 750 രൂപയാണ് അംഗത്വ ഫീ. മരിച്ചു കഴിയുമ്പോൾ നൽകപ്പെടുന്നത് 15,000 രൂപയാണ്. പ്രാർത്ഥനയാണ്. വിവാഹങ്ങൾ ഈ പള്ളിയുടെ അവകാശ പേരിൽ റോയി ഇസി മകനായിരുന്നു. തൃപ്പൂണിത്തുറ ഇടവക കുരിശുമൂട്ടിൽ ദീപക് സജി മകൻ ശില്പയും തമ്മിൽ വിവാഹിതരാകാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇവയിൽ പങ്കുള്ള അങ്കളാക്കും ഇവയുടെ സമർപ്പിക്കാം. ഘടകങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി സുദരവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും.
നീ